എന്തിനാ എന്നെ വിളിപ്പിച്ചത്? നീ ഇന്നലെ വിശ്വനാഥ മേനോന്റെ വീട്ടിൽ പോയിരുന്നോ? പോവാ. എന്തിനാ പോയത്? മേനോ സാറുമായി കീരിക്കാട് എസ്റ്റേറ്റിന്റെ കാര്യം പറയാനാ പോയത്. എപ്പോഴാ പോയത്? ഇന്നലെ രാത്രി. തിരിച്ചു പോരുമ്പോ അവിടുന്ന് വല്ലതും എടുത്തോ? ഇല്ല. പിന്നെ നീ അവിടുന്ന് മോഷ്ടിച്ച സ്വർണ്ണമാലയും വളയും എന്ത് ചെയ്തു? മാലയും വളയും ഞാൻ മോഷ്ടിച്ചെന്നോ? നീ കൂടുതൽ അഭ്യാസമൊന്നും കാണിക്കാതെ അത് എവിടെ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. എന്നാ നിനക്ക് തടി കേടാക്കാതെ ഇവിടുന്ന് പോവാം. ഞാൻ എടുത്തിട്ടില്ല സാർ. നീ എടുത്തില്ലേ? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല സാർ. നീ എടുത്തില്ല അല്ലടാ. പറയടാ, എവിടെ കൊണ്ടുപോയി വിറ്റു? സാർ എന്തായി പറയുന്നത്? എടുത്തല്ലേ വിൽക്കാൻ പറ്റൂ? ഞാൻ എടുത്തിട്ടില്ല സാർ. സത്യം പറയുന്നില്ല അല്ലേ? സാർ ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. ജീവിക്കാൻ വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നുവരെ ഞാൻ മോഷിച്ചിട്ടില്ല. ഇനി സാറിനെ തല്ലിക്കൊന്നാലും ഞാൻ സത്യമാണ് പറയുന്നത്. ഞാൻ എടുത്തിട്ടില്ല. കോൺസ്റ്റബിൾ സാർ, இந்த ആളെ ലോക്കപ്പിൽ പോടാ. ഇവൻ പെട്ടെന്ന് നേര് പറയുന്ന കൂട്ടത്തിലല്ല സാർ. പഠിച്ച കള്ളനാണ്. വിനോട്ടാ, അങ്കിൾ എവിടെ? ഡാഡി എസ്റ്റേറ്റിൽ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ആന്റിയോ? മുറിയിലുണ്ട്. നിൽക്ക്. എന്താ കാര്യം? ആന്റിയുടെ ഓർണമെന്റ്സ് കളവ് പോയോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ എടുത്തത്? ആ രാജു. രാജു എടുക്കുന്ന വിനോട്ടം കണ്ടോ? ഇന്നലെ അവനല്ലാതെ വേറെ ആരും ഇവിടെ വന്നിട്ടില്ല. എന്ന് വെച്ച് രാജു എടുക്കണമെന്നുണ്ടോ? ഇവിടുത്തെ ഗൈഡുകളൊക്കെ കള്ളന്മാരാ. അവനെയൊക്കെ വീട്ടിൽ വിളിച്ച് കയറ്റിയപ്പോഴേ എനിക്കറിയാം ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. രാജു മോഷ്ടിക്കില്ല. അവന്റെ കാര്യത്തിൽ നിനക്കെന്താ എത്ര ഉറപ്പ്? ആ, എനിക്ക് ഉറപ്പാ. മോളെ, ആന്റിയും കൂടി കൂട്ടു നിന്നിട്ടാണോ ആ പാവൻ രാജുവിനെ പോലീസിൽ പിടിപ്പിച്ചത്? എന്തിന്? ആന്റിയുടെ ഓർണമെന്റ്സ് മോഷ്ടിച്ചതിന്റെ പേരിൽ. എന്റെ മാലയും വളയും കാണുന്നില്ല എന്നുള്ളത് സത്യമാണ്. അത് രാജുവാ എടുത്തതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാനാണ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തത്. നിനക്കെന്ത് വേണം? ഓർണമെന്റ്സ് ഇവിടെ എവിടെയെങ്കിലും കാണും. വല്ലയിടത്തും വെച്ച് മറന്നിട്ട് പാവപ്പെട്ട ഒരുത്തിന്റെ പേരിൽ മോഷണക്കുറ്റം ചുമത്തുന്നത് ശരിയല്ല. അവൾക്കാണല്ലോ അവനെ പോലീസിൽ പിടിപ്പിച്ചത് വലിയ വിഷമം. നീ വെറുതെ ബഹളം വെക്കണ്ട. നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വിനേട്ടാ, ഇത് വിനോട്ടിന്റെ ബാഗല്ലേ? ഇതല്ലേ ആന്റിയുടെ കളവ് പോയ ഓർണമെന്റ്? അതെ. ഇതെങ്ങനെ ഈ ബാഗിനകത്ത് വന്നു? അത് ഇതിനകത്ത് എടുത്തു വെച്ച ആളോട് ചോദിച്ചാ മതി. നീയാണോടാ ഇതെടുത്തു വെച്ചത്? ഞാനൊന്നും എടുത്തു വെച്ചതല്ല. ആരെങ്കിലും മറന്നു വെച്ചതായിരിക്കും. മറന്നു വെച്ചതല്ല, മനഃപൂർവ്വം ചെയ്തതാണ്. എന്തിനാണെന്നോ എനിക്കറിയാം. നല്ലവനായ ഒരാളെ കള്ളനാണെന്ന് മുദ്ര കുത്തിയാൽ എല്ലാവരും വെറുക്കുമല്ലോ. വിനോട്ടാ, ഇത്രയും ചീപ്പാവരുത്. മതിയാത്തോ? ഡാഡി, അങ്കിൾ, ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ വിളിച്ചു പറയണം, അല്ലെങ്കിൽ അവർ രാജുവിനെ. പറയാമോളെ. ഇൻസ്പെക്ടർ ദിനേഷ് ഹിയർ. വിശ്വനാഥമെന്നാണ് സംസാരിക്കുന്നത്. അതെ, വിനോദിന്റെ ഫാദർ. എന്റെ മകനൊരു കംപ്ലൈന്റ് തന്നിരുന്നു. സോറി സാർ, ആ ഓർണമെന്റ്സ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. രാജു ഈസ് ഇന്നസെന്റ്. എന്തോന്നാ മിസ്റ്റർ മേനോൻ, പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് കൊടുക്കാൻ തമാശയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. സോറി ഇൻസ്പെക്ടർ. സോറി പറയാൻ എളുപ്പമാ. നിരപരാധിയായ ഒരാളെ പിടിച്ച്. കുപ്പസ്വാമി, അന്ന് രാജു കൂപ്പിട്. രാജു, നിനക്ക് പോവാം. കളവ് പോയെന്ന് പറഞ്ഞ ആഭരണങ്ങൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. കളവ് പോയ ആഭരണങ്ങൾ അവർക്ക് തിരിച്ചു കിട്ടിയല്ലേ? സന്തോഷമുണ്ട് സാർ. പക്ഷെ ഇന്നലെ പകലും രാത്രിയും സാർ എനിക്ക് എന്ന സമ്മാനങ്ങളുണ്ടല്ലോ, അത് തിരിച്ചെടുക്കാൻ സാറിന് കഴിയോ? ഇനി എപ്പോഴെങ്കിലും സാറിന് തല്ലാൻ കൈകൾ ധരിക്കുകയാണെങ്കിൽ
ആളെ പറഞ്ഞയച്ചാ മതി. ഞാൻ വരാം. Stop! Stop! രാജു, എന്താ ഇത്? മേനോൻ സാറിനോട് ക്ഷമിക്കണം. ഞാൻ നന്നായി മദ്യപിച്ചിട്ടുണ്ട്. എന്റെ മനപ്രയാസം കൊണ്ടാണ് ഞാൻ മദ്യപിച്ചത്. ഇവരുടെ മുഖത്ത് നോക്കി രണ്ടു വാക്ക് പറയാൻ. രണ്ടുപേരും കൂടെ അമ്പലത്തിൽ ദൈവത്തോട് മാപ്പ് പറയാൻ പോയതായിരിക്കും. എന്നെ കള്ളക്കേസിൽ കുടുക്കി പോലീസിനെ കൊണ്ട് തല്ലി ചതപ്പിച്ചിട്ട് കൽവിഗ്രഹങ്ങളെ തൊഴുതാൻ മനഃശാന്തി കിട്ടത്തില്ല അമ്മച്ചി, കിട്ടത്തില്ല. നിങ്ങക്ക് പണവും സ്വാധീനമുണ്ട്. അപ്പൊ എന്നെ പോലുള്ളവർ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഞാൻ പാവം ഒരു തെരുവുതണ്ടി, അൺഓതറൈസ്ഡ് ഗായ്. പക്ഷേ ഞാൻ ആരെ ചതിച്ചിട്ടില്ല, ഇതുവരെ മോഷ്ടിച്ചിട്ടുമില്ല. രാജു, മേനോൻ സാറിനോട് ക്ഷമിക്കണം. മേനോൻ സാർ പാവാ, നല്ലവനുവാ, എനിക്കറിയാം. ഈ അമ്മച്ചിയെ എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് ആ ഇൻസ്പെക്ടർ സാറിനോട് പറഞ്ഞു. മേനോൻ സാർ അത് കേട്ടപ്പോ ഞാൻ രാജു, നിന്റെ ദുഃഖം എനിക്കറിയാം. അറിയാതെ അങ്ങനെ സംഭവിച്ചു പോയി. എല്ലാം നീ മറക്കാം. ഞാൻ ഈ നാട്ടുകാരുടെ മുഖത്തെങ്ങനെ നോക്കും സാറേ? ഞാൻ പലരുമായി പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അമ്മച്ചയും സാറിനെയും കണ്ടുമുട്ടിയപ്പോ എനിക്ക് എന്നെ ആരൊക്കെ സ്നേഹിക്കാറുണ്ടെന്ന് തോന്നി. പക്ഷെ അവരിൽ നിന്നാണ് സന്തോഷായി സാറേ, സന്തോഷായി. എന്താടി, ഇന്ന് കച്ചവടം ഉണ്ടായില്ലേ? പൂക്കള് ബാക്കിയുണ്ടല്ലോ, മൊത്തമായിട്ട് ഞാൻ എടുത്തോളാം. എന്തുമില്ലായിരുന്നു? എന്നെ ഒന്നും ചെയ്യില്ലേ? അയ്യോ, അയ്യോ, എന്നെ ഒന്നും ചെയ്യില്ലേ? മൈന, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നോ? എന്ത് സ്വപ്നം?
പറയില്ല. ഒന്ന് പറയപ്പോ. പറയട്ടെ. അപ്പോ നീ ഇങ്ങനെ കുളിക്കാതെയും ഭക്ഷണം കഴിക്കാതെയും മൈനെ കുറിച്ച് എന്നെ ആലോചിച്ചിരുന്നിട്ട് എന്ത് പ്രയോജനം? എല്ലാം വിധിയാണ്. ഇത് വിധിയൊന്നുമല്ലണ്ണ. അവൻ കാരണം എന്റെ മൈന മരിച്ചത്. ആരെ? ആ മേനോൻ സാറിന്റെ മോൻ വിനോദ്. അവൻ പലപ്പോഴും മൈനയെ ശല്യപ്പെടുത്തുമായിരുന്നു എന്ന് മൈന എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നത്? മൈന പറഞ്ഞിട്ട അണ്ണനോട് പറഞ്ഞ അണ്ണൻ അവനുമായി വഴക്കുണ്ടാക്കുമെന്ന് മൈനയ്ക്ക് പേടിയായിരുന്നു. ഞാൻ അന്നേ അണ്ണനോട് പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിലെന്റെ മൈന മൈന എങ്ങനെയാ മരിച്ചത്? എനിക്കറിയില്ല. നിനക്കറിയില്ലല്ലേ?